ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലെയും അതുപോലെ തന്നെ റെയിൽവേയുടെയും മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു ചോദ്യം പ്രസിദ്ധമാണ്. ഇതിന്റെ ഉത്തരവാദിത്വം മേയർ തന്നെയാണ്. കാരണം ഈ നഗരത്തിലുണ്ടാകുന്ന ഓരോ മാലിന്യങ്ങളെയും സംസ്കരിക്കുകയും നീക്കം ചെയ്യേണ്ടതുമായ ചുമതല നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമാണ്, നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ഈ പറയുന്ന ഏജൻസി പറയുന്ന ഈ കാര്യങ്ങൾ ഇവർക്കുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമല്ലേ ഇവർക്ക് കരാർ കൊടുക്കേണ്ടത്? പാവപ്പെട്ട തൊഴിലാളി പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് മലക്കറിയാണ് അയക്കുന്നത്, അവരവിടെ ഇവിടുന്ന് അയക്കുന്നത് മാലിന്യമാണ് അയക്കുന്നത്. നോക്കണേ, ഓരോ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 2 ദിവസം മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ ലൈവ് പോയി. അതായത് നമ്മളെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ മാലിന്യം തള്ളിയിട്ടു. അപ്പോൾ മേയർ ആര്യ പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യം വരുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ്. അത് കേന്ദ്രത്തിന്റെ ഒരു സർവീസ് സംഘടനയാണ് ഈ റെയിൽവേ. ഇത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന സമീപനം നിരവധി പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കേരള സംസ്ഥാനത്ത് മാത്രമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരിക്കാതിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലെയും അതുപോലെ തന്നെ റെയിൽവേയുടെയും മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു ചോദ്യം പ്രശസ്തമാണ്. കാരണം ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞാൻ ഇന്നലെ കുമാരപുരത്ത് പൂന്തി എന്ന് പറയുന്ന പ്രദേശത്ത് മാലിന്യം കൊണ്ട് എറിഞ്ഞിരിക്കുന്നു എന്നാണ് മേയർ. ഇതിന്റെ ഉത്തരവാദിത്വം മേയർ തന്നെയാണ്. കാരണം ഈ നഗരത്തിലുണ്ടാകുന്ന ഓരോ മാലിന്യങ്ങളെയും സംസ്കരിക്കുകയും നീക്കം ചെയ്യേണ്ടതുമായ ചുമതല നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമാണ്, നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം പീയൂഷ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ്, പീയൂഷ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. റെയിൽവേ കൊടുത്തിരുന്നത്. റെയിൽവേ പീയൂഷ് കമ്പനിക്ക് കരാർ കൊടുക്കുമ്പോൾ അത് അവിടുത്തെ മാലിന്യങ്ങൾ, റെയിൽവേയിൽ വരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ട ചുമതല ഇവർക്കാണ് കൊടുത്തത്, പീയൂഷ് കമ്പനിക്കാണ്, ട്രേഡേഴ്സിനാണ് കൊടുത്തിരുന്നത്. പക്ഷേ പീയൂഷ് കമ്പനി എന്ന് പറയുന്ന ആ ട്രേഡേഴ്സ് ഉപകരാർ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? സൺ ഏജൻസി ചുമതലപ്പെടുത്തിയ 2023 നമ്മുടെ സഭയ്ക്കകത്ത് ഈ സൺ ഏജൻസിന് എക്കോസിസ്റ്റത്തിന് മാലിന്യം, അജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോകാനുള്ള കരാർ ഉറപ്പിക്കുന്നത് BJP വളരെ ശക്തമായി പറഞ്ഞു. അവർക്ക് അതിനുള്ള മാലിന്യം നീക്കം ചെയ്യുവാനുള്ള സംവിധാനമില്ല, സംസ്കരിക്കുവാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് ഈ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കണം. ഇപ്പോൾ എങ്ങനെയാണ്? ശുചിത്വ മിഷൻ പറയുന്നു അവരെ കരാർ റദ്ദാക്കാൻ പറഞ്ഞിരിക്കുന്നു, റദ്ദാക്കിയിരിക്കുന്നു, കരംപട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് BJP പറഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിളിച്ചു കാണിച്ചു എന്നുള്ളതല്ലാതെ അവർക്ക് കൊടുത്തപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കരിമ്പത്ത് നമ്മുടെ പുഞ്ചക്കരിയിൽ ഇവരുടെ ഗോഡൌൺ പരിശോധിക്കാൻ വേണ്ടി ഇന്നലെ പോയിരിക്കുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഇത് പരിശോധിച്ചില്ല? അന്ന് ഇവർ നമ്മുടെ BJP അംഗങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് 20,000 അജൈവ മാലിന്യങ്ങളും 30 ടൺ ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുവാനുള്ള ശേഷി ആർക്കുണ്ട്? ഈ സൺ ഇക്കോസിസ്റ്റത്തിനുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ 20 ടൺ അജൈവ മാലിന്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ 30 ടൺ ജൈവ മാലിന്യങ്ങളോ സംസ്കരിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ അവരെ ശേഖരിക്കുവാനുള്ള ഗോഡൌണുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്നലെയാണ് അവർ പോയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് പരിശോധിച്ചില്ല? ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഏജൻസി പറയുന്ന ഈ കാര്യങ്ങൾ ഇവർക്കുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമല്ലേ ഇവർക്ക് കരാർ കൊടുക്കേണ്ടത്? പക്ഷെ അന്നൊന്നും ചെയ്യാതെ അന്നെല്ലാം പണത്തിന്റെ പിന്നാലെ പോയി ഈ പറയുന്ന മാലിന്യം എന്ന് പറയുന്നത് പൊന്മുട്ടയിടുന്ന താറാവായി കാണുന്ന നഗരസഭ, ഈ നഗരസഭയിൽ പറയുന്ന ഏജന്റുമാർക്ക്, ഈ ഏജൻസികൾക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പരാജയം സംഭവിച്ചപ്പോൾ അവരെ പരിശോധിക്കാൻ, അവരുടെ സിസ്റ്റത്തെ പരിശോധിക്കുവാൻ, അവരുടെ ഗോഡൌണുകളെ പരിശോധിക്കുവാൻ, ഈ ഗോഡൌണുകൾ പരിശോധിച്ചതിന് ശേഷമല്ലേ ഇവർക്ക് ഏജൻസി കരാർ കൊടുക്കേണ്ടത്? പക്ഷെ അന്നൊന്നും പരിശോധിക്കാതെ ഇപ്പോൾ ഒരു സംഭവം നടന്നതിന് ശേഷം ആണ് പരിശോധിക്കുന്നത്. കേരളത്തിൽ തന്നെ മാനക്കേടുണ്ടാക്കിയില്ലേ?
കേരളത്തിന് തന്നെ മാനക്കേടുണ്ടാക്കിയില്ലേ? കേരളത്തിന് തന്നെ അപമാനമായില്ലേ? തമിഴ്നാട്ടിലെ നെല്ലറായി എന്ന് പറയുന്ന പ്രദേശത്ത് ആശുപത്രി മാലിന്യങ്ങൾ കൊണ്ടിട്ട് അത് അവസാനം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലുണ്ടായി. കേരള ചരിത്രത്തിന് തന്നെ മാനക്കേടുണ്ടാക്കിയില്ലേ? അവർ പറഞ്ഞല്ലോ, ഒരു പാവപ്പെട്ട തൊഴിലാളി പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് മലക്കറിയാണ് അയക്കുന്നത്, അവരവിടെ ഇവിടുന്ന് അയക്കുന്നത് മാലിന്യമാണ് അയക്കുന്നത്. നോക്കണേ, ഈ ഗതികേട് ഉണ്ടായത് ഉത്തരവാദിത്വം ആരാണ്? ഈ റെയിൽവേയുടെ വേസ്റ്റ് റെയിൽവേ മറ്റു സ്ഥലത്തിൽ കൊണ്ട് തള്ളേണ്ടത്. ഈ റെയിൽവേയുടെ വേസ്റ്റ് മറ്റു സ്ഥലത്തിൽ തള്ളേണ്ടത്. കാരണം നമ്മൾ ഈ ആമേഴ്ചാൻ തോട്ടിലെ ഒരു യുവാവ് മരിച്ച വാർത്ത ആരും മറന്നിട്ടില്ല. അന്നും റെയിൽവേ ആയിരുന്നു കുറ്റക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാലിന്യം സംസ്കരിക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വീഴ്ചയുണ്ടായെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടത് ആരാണ്? നഗരസഭയല്ലേ? ഒരുപാട് തവണ നഗരസഭ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യം, അതായത് ഒരു പ്രദേശത്ത് നമ്മുടെ നഗരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതും അതുപോലെ തന്നെ സംസ്കരിക്കേണ്ടതുമായ ചുമതല നഗരസഭയ്ക്കുണ്ട്. റെയിൽവേ കൊണ്ടിട്ടെങ്കിൽ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ആർക്കാണ് കൊടുത്തത്? ഇവരെ ഏർപ്പെടുത്തിയ കരാറുകാർക്കാണ് കൊടുത്തത്. പീയൂഷ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന അവർക്ക് ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് പിറക്കിയെടുക്കുന്ന തൊഴിൽ, അത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന നഗരസഭ ചുമതലപ്പെടുത്തിയ കരാറുകാർക്കാണ് കൊടുത്തത്. ആ കരാറുകാരനാണ് കൊണ്ടിട്ടത്. അപ്പോൾ ആരാണ് കുറ്റക്കാരൻ? റെയിൽവേയാണ് കുറ്റക്കാരൻ. ഞാൻ റെയിൽവേ ന്യായീകരിക്കുകയല്ല. എന്തുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളുള്ള 20 ടണ്ണ് അജൈവ മാലിന്യങ്ങളും 30 ടണ്ണ് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ സൺ ഏജൻസിക്ക് എന്തുകൊണ്ട് അത് നേരത്തെ ഉണ്ടോ എന്ന് പരിശോധിച്ചില്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ റെയിൽവേ എടുത്ത് വേറൊരു ഏജൻസിക്കല്ല കൊടുത്തത്. റെയിൽവേ അവിടെ നിന്ന് പറക്കുന്ന പീയൂഷ് റൈഡേഴ്സ് എടുത്തിട്ട് നഗരസഭ ചുമതലപ്പെടുത്തിയ സൺ ഏജ് എക്കോ സിസ്റ്റത്തിനാണ് കൊടുത്തത്. ആ കമ്പനിക്കാണ് കൊടുത്തത്, അല്ലാതെ മറ്റൊരു കമ്പനിക്കല്ല കൊടുത്തത്. അപ്പോൾ നഗരസഭയ്ക്ക് ചുമതലപ്പെടുത്തുമ്പോൾ, കരാർ കൊടുക്കുമ്പോൾ അത് പരിശോധിക്കണ്ടേ? റെയിൽവേ മറ്റൊരു കരാറക്കാരനെ കൊടുത്തു എന്നുണ്ടെങ്കിൽ, മറ്റൊരാളിനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷെ നഗരസഭ ചുമതലപ്പെട്ട കരാർ കമ്പനിക്ക് തന്നെയാണ് കൊടുത്തത്. ഇതിന് ഉത്തരം പറയേണ്ടത് മേയർ ആര്യ രാജേന്ദ്രനാണ്. ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ട് ലൈസൻസ് കരാർ ഏർപ്പെടുമ്പോൾ എന്തുകൊണ്ട് അന്ന് പരിശോധിച്ചില്ല? BJP ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ്. എന്തുകൊണ്ട് അന്ന് ഇവർ ഇത് പരിശോധിച്ചില്ല? ഇപ്പോൾ ഇവിടെ ഒരു ശുചിത്വ മിഷൻ ഉണ്ട്. ഇവർക്ക് എന്താ പണി? ഈ കണ്ടില്ലേ, പട്ടി ചത്ത് കിടക്കുന്നു കിള്ളിയാറില് പട്ടി ചത്ത് കിടക്കുന്നു. സംസ്കരിക്കാൻ പോലും സാധിക്കാത്ത മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. പ്ലാസ്റ്റിക് അടക്കം കെട്ടിക്കിടക്കുന്നു. അതിന്റെ അകത്ത് എത്ര പട്ടിയുണ്ട്, എത്ര പൂച്ചയുണ്ട്, എത്ര ഇറച്ചി മാലിന്യങ്ങളുണ്ട്? ഇത് വാരണമെന്ന് മാസങ്ങളായി പറയുകയാണ്. ആർക്കാണ് ഇതിന് ഉത്തരവാദി? ഇനി നാളെ ഒരു ജോയി ഇവിടെ ഉണ്ടാവുമ്പോൾ അപ്പോൾ വന്ന് ഇതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാകും. അപ്പോൾ വന്ന് ഉണരും. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഉയർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപനം. ഈ സമീപനം ശരിയല്ല എന്ന് പലവട്ടം സഭയ്ക്കകത്ത് പറഞ്ഞതാണ്. ഇനി ഇവിടെ ഒരു ജോയി ഉണ്ടായതിനു ശേഷം ഉണർന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല.